ഹലോ സ്റ്റുഡൻസ്, എൻ്റെ പേര് നിയാസ് ആണ്. ഫോഴ്സ് എന്ന ഈ ചാനലിൽ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ വീഡിയോസ് ആണ്. ഇന്ന് എഞ്ചിനീയറിംഗിൻ്റെ S5 മെക്കാനിക്കൽ EDC എന്ന സബ്ജക്റ്റിൻ്റെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നന്ദു സാറ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതായിരിക്കും. നമസ്കാരം, ഞാൻ നന്ദു. നാളെയാണ് EDCയുടെ എക്സാം. എല്ലാവരും അത്യാവശ്യം വേണ്ട പോർഷൻസ് കവർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നാളെ ചോദിക്കാൻ സാധ്യതയുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. കാരണം സമയക്കുറവുണ്ട്. അപ്പോൾ അത് കാരണം ഇന്ന് നാളെ ചോദിക്കാൻ സാധ്യതയുള്ള, നാളെ വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസും ടോപ്പിക്സുമാണ് കവർ ചെയ്യുന്നത്. നമുക്ക് മൊഡ്യൂൾ 1 ആൻഡ് 2 നിന്നാണ് പാർട്ട് എ ക്വസ്റ്റ്യൻസ് വരുന്നത്. പാർട്ട് എയ്ക്കകത്ത് മൊഡ്യൂൾ 1, 2 കമ്പൈൻഡ് ആണ്. അതിനകത്ത് DC ജനറേറ്റേഴ്സും DC മോട്ടോഴ്സുമാണ് വരുന്ന രണ്ട് പോർഷൻസ്. മൊഡ്യൂൾ 1 DC ജനറേറ്റേഴ്സും മൊഡ്യൂൾ 2 DC മോട്ടോഴ്സും. ഇതിനകത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ EMF ഇക്വേഷൻ രണ്ടിനും കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. EMF ഇക്വേഷൻ ഓഫ് DC ജനറേറ്റർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇക്വേഷൻസ് എല്ലാവരും നോക്കുക. അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും നോക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അത് ഒഴിവാക്കാത്ത ഒരു പോർഷനാണ്. ഇനി അടുത്ത് വരുന്നത് DC ജനറേറ്ററിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്നതാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തായാലും ചോദിക്കുന്നതാണ്, അത് ഒഴിവാക്കാതെ പഠിക്കുക. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്. അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിളും കൺസ്ട്രക്ഷനും ഒരുമിച്ചും ചോദിക്കാം, വർക്കിംഗ് പ്രിൻസിപ്പിൾ മാത്രമായിട്ടും ചോദിക്കാം DC ജനറേറ്ററിൽ നിന്ന്, അത് ഒഴിവാക്കാതിരിക്കുക. ഇനിയും അടുത്ത വരുന്നതാണ് OCC ക്യാര, അതായത് ഓപ്പൺ സർക്യൂട്ട് ക്യാരയാണ് വരുന്നത്. അതിനകത്ത് വരുന്നതാണ് നോ ലോഡ് ക്യാര. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ചോദിക്കാം, നമുക്ക് തിയറി ആയിട്ടും ചോദിക്കാം. അതുകൊണ്ട് തിയറി പഠിക്കുക. തിയറി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ആദ്യത്തെയാണ് നോ ലോഡ് ക്യാര, രണ്ടാമത്തേതാണ് ഇന്റേണൽ ക്യാര, മൂന്നാമത്തേത് എക്സ്റ്റേണൽ ക്യാര. ഷുവറായിട്ട് നോക്കുക, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഇത്രയാണ് DC ജനറേറ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന, ഒഴിവാക്കാൻ പറ്റാത്ത ടോപ്പിക്സ്. ഇനി അടുത്ത ടോപ്പിക്ക് വരുന്നത് DC മോട്ടറിൽ നിന്നാണ്. DC മോട്ടറിനകത്ത് നമുക്ക് പഠിക്കേണ്ടതാണ് ഇലക്ട്രിക്കൽ ക്യാര ആൻഡ് മെക്കാനിക്കൽ ക്യാര. ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ക്യാരയ്ക്കകത്തുനിന്ന് DC സീരീസ് മോട്ടറിൻ്റെ ക്യാര സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം, DC ഷണ്ടിൻ്റെയും ചോദിക്കാം, DC കോമ്പൗണ്ടിനും ചോദിക്കാം. ഇതെല്ലാം ഒരുമിച്ചും വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇത് എളുപ്പമാണ്. ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. ഏകദേശം സിമിലർ ആയിട്ടുള്ള ക്യാരാസാണ് എല്ലാത്തിനകത്തും വരുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കുക. ഇനി അടുത്ത് വരുന്നതാണ് ടൈപ്സ് ഓഫ് DC മെഷീൻ. ഇത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതല്ല, മനഃപൂർവ്വം പറയാഞ്ഞതാണ്. കാരണം ടൈപ്സ് ഓഫ് DC മെഷീൻസിനകത്ത് നമുക്ക് കോമൺ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഒന്നുകിൽ DC മെഷീൻസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ DC ജനറേറ്റർ എന്ന് ചോദിക്കാം, DC മോട്ടർ എന്ന് ചോദിക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 3 ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ആദ്യത്തേതാണ് സെൽഫ് എക്സൈറ്റഡ്, രണ്ടാമത്തേതാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്, മൂന്നാമത്തേതാണ് കോമ്പൗണ്ട് മെഷീൻസ്. കോമ്പൗണ്ടിനകത്ത് തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. ആദ്യത്തെയാണ് ലോങ് ഷണ്ടും, രണ്ടാമത്തേതാണ് ഷോർട്ട് ഷണ്ടും. അപ്പോൾ ഇതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈപ്സ് ഓഫ് DC മെഷീൻസ് 3 ടൈപ്പാണ് വരുന്നത്. സെൽഫ് എക്സൈറ്റഡ് DC മെഷീൻസ്, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്, കോമ്പൗണ്ട്. കോമ്പൗണ്ടിനകത്ത് പിന്നെ 2 ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഷണ്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അടിസ്ഥാനമാക്കി ലോങ് ഷണ്ടും ഷോർട്ട് ഷണ്ടും. ഇങ്ങനെ 2 ക്ലാസിഫിക്കേഷനാണ് കോമ്പൗണ്ടിനകത്ത് വരുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും എല്ലാവരും വിട്ടുപോകാതെ തന്നെ നോക്കുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, പല ക്വസ്റ്റ്യൻ പേപ്പറുകളും നമ്മൾ കാണുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറുമാണ് അർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അതായത് ജനറേറ്റേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ പ്രോപ്പർട്ടിയാണ് അർമേച്ചർ റിയാക്ഷൻ എന്ന് പറയും. ഇതും വിട്ടുപോകാതെ നോക്കുക. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാകുന്ന മെയിൻ ഫീൽഡ് ഫ്ലക്സിനെ നമ്മുടെ അർമേച്ചർ ഫ്ലക്സ് ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ എന്താണെന്ന് ചോദിക്കാം, വാട്ട് ഈസ് അർമേച്ചർ റിയാക്ഷൻ എന്ന് ചോദിക്കാം. അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്ന വാട്ട് ആർ ഇറ്റ്സ് ഡിസഡ്വാൻറ്റേജസ് എന്നും ചോദിക്കാം. ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ഈ പാർട്ടിൽ നിന്ന്, അർമേച്ചർ റിയാക്ഷനിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത പ്രോപ്പർട്ടിയാണ്, അടുത്ത വരുന്ന ടോപ്പിക്കാണ് സ്റ്റാർട്ടേഴ്സ് യൂസ്ഡ് ഇൻ DC motor.
ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് 3 പോയിൻറ്റ് സ്റ്റാർട്ടറും 4 പോയിൻറ്റ് സ്റ്റാർട്ടേഴ്സുമാണ് നോക്കേണ്ടത്. അടുത്ത പ്രോബ്ലം പാർട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വരുന്ന പ്രോബ്ലം പാർട്ട്, അതായത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് നമ്മൾക്ക് വരുന്നത് EMF ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം. അത് വിടാതെ നോക്കുക, അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 2 ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഒന്ന് EMF ഇക്വേഷൻ വെച്ചിട്ടുള്ള ഡയറക്റ്റ് പ്രോബ്ലംസും അടുത്തത് OC ക്യാര വെച്ചിട്ടുള്ള OCCയുടെ പ്രോബ്ലംസും. അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതാണ് ക്രിട്ടിക്കൽ സ്പീഡും ക്രിട്ടിക്കൽ റെസിസ്റ്റൻസും ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ട് ബി നമുക്ക് വരുന്ന ടോപ്പിക്സ് ആണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന മെഷീനും 3 ഫേസ് ഇൻഡക്ഷൻ മെഷീനും. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് വരുന്ന ട്രാൻസ്ഫോമറിനകത്ത് തന്നെ 2 മെഷീൻസ് വരുന്നുണ്ട്, 2 ടൈപ്പ് മെഷീൻസ് ട്രാൻസ്ഫോമേഴ്സ് വരുന്നുണ്ട്. ആദ്യത്താണ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറും രണ്ടാമത്തെ 3 ഫേസ് ട്രാൻസ്ഫോമറും. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമർ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് അതിൻ്റെ EMF ഇക്വേഷൻ. EMF ഇക്വേഷൻ ഒട്ടുമിക്ക നമ്മുടെ എല്ലാ മെഷീൻസിനും ഉള്ളതാണ്. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ നോക്കുക, എളുപ്പമാണ്. അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കുക. അതുകൊണ്ട് നമുക്ക് 2 പാർട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് EMF ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ EMF ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, വിടാതെ ഇരിക്കുക. ഇനി അടുത്ത വരുന്ന ടോപ്പിക്കാണ് ഇക്വലന്റ് സർക്യൂട്ട്. ട്രാൻസ്ഫോമറിന്റെ ഇക്വലന്റ് സർക്യൂട്ട് ബേസ് ചെയ്തിട്ട് ഒന്നുകിൽ ഡയറക്റ്റ് ഇക്വലന്റ് സർക്യൂട്ട് നമുക്ക് ഡെറൈവ് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ഡെറിവേഷൻ നോക്കുക, ഡെറിവേഷൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാവുന്നതാണ്. പ്രോബ്ലംസ് എപ്പോഴും ചോദിക്കുന്നതല്ല, എന്നാലും നോക്കിക്കൊണ്ട് പോവുക. പ്രോബ്ലംസ് ഈ പ്രാവശ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്, അതുകൊണ്ട് പ്രോബ്ലംസും വിടാതെ നോക്കാം. ഇനി ട്രാൻസ്ഫോമറിനകത്ത് അടുത്ത് വരുന്നതാണ് ഇക്വലന്റ് സർക്യൂട്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇക്വലന്റ് സർക്യൂട്ട് ബേസ് ചെയ്ത് ഡെറിവേഷൻ ഉണ്ടാക്കുന്നത് എന്ന് പഠിക്കുന്ന ഒരു ടോപ്പിക്കുണ്ട്. അതാണ് ഓപ്പൺ സർക്യൂട്ടും ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റും. ഇതിൽ നിന്നാണ് നമ്മൾ ഇക്വലന്റ് സർക്യൂട്ട് ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റും എല്ലാവരും നോക്കുക. ആ ടെസ്റ്റ് എന്താണെന്ന് പഠിക്കുക. അതൊരു ഫിഗർ ഉണ്ട്, ആ ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നമ്മൾ ഇക്വലന്റ് സർക്യൂട്ട്. അപ്പോൾ അത് രണ്ടും നോക്കുക. സെക്കൻഡ് ടോപ്പിക്കാണ് 3 ഫേസ് ഇൻഡക്ഷൻ മെഷീൻ. ഇൻഡക്ഷൻ മെഷീൻ വരുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് പ്രോബ്ലംസും തിയറിയും ഒരേപോലെ ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് 3 ഫേസ് ഇൻഡക്ഷൻ മെഷീൻ. ആദ്യം വരുന്ന എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ റൊട്ടേഷൻ ഈസ് മെയ്ഡ് ഇൻ 3 ഫേസ് ഇൻഡക്ഷൻ മെഷീൻ. അതായത് ഒരു 3 ഫേസ് മെഷീനിലെ എങ്ങനെ ഒരു റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ആദ്യം വരുന്നത്. ഇതും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിരവധി വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഹൗ റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഇൻഡക്ഷൻ മെഷീൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇത് എല്ലാവരും ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, വിട്ടുപോകാതെ ശ്രദ്ധിക്കാം. ഇനി അടുത്ത വരുന്നൊരു ടോപ്പിക്കാണ് ടോർക്ക് സ്ലിപ്പ് ക്യാര. ടോർക്ക് വേഴ്സസ് സ്ലിപ്പ് ക്യാര എന്ന് പറയുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ശ്രദ്ധിക്കുക. അടുത്തത് നോ ലോഡ് ടെസ്റ്റും ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റും. ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ഉണ്ടാവാം. നമുക്ക് ഇതിൻ്റെ തിയറി പാർട്ടുണ്ട്, തിയറി തന്നെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ തിയറി വിടാതെ എല്ലാവരും നോക്കുക. ഇതിൻ്റെ ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട്, ആ ഡെറിവേഷനും ഒരു ഫിഗറും ഉണ്ട്, ഫിഗറിനും ഡെറിവേഷനുമാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അത് വിടാതെ നോക്കുക, നോ ലോഡ് ടെസ്റ്റും ബ്ലോക്ക് റോട്ടർ ടെസ്റ്റും. ഇനി അടുത്ത വരുന്നത് നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ് ഓഫ് ഇൻഡക്ഷൻ മെഷീൻ അല്ലെങ്കിൽ ഇൻഡക്ഷൻ മോട്ടോർ. സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ് ആണ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ. ഇത് എല്ലാവരും നോക്കുക. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, എന്നാലും സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ് എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കൺസ്ട്രക്ഷൻ ഓഫ് റോട്ടർ ഇൻ ഇൻഡക്ഷൻ മെഷീൻ. നമുക്ക് 2 ടൈപ്പ് കൺസ്ട്രക്ഷൻ ആണ് വരുന്നത്. ആദ്യത്തെയാണ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ. രണ്ടാമത്തെ ടൈപ്പാണ് വൗണ്ട് റോട്ടർ അല്ലെങ്കിൽ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ.
ഇത് രണ്ടും കൺസ്ട്രക്ഷൻ പാർട്ടി വരുന്നതാണ്. ഇൻഡക്ഷൻ മോട്ടറിന്റെ കൺസ്ട്രക്ഷൻ പാർട്ടി ചോദിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട രണ്ട് ടോപ്പിക്കുകളാണ്. സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ, അതായത് റോട്ടർ സ്ക്വിറൽ കേജ് സ്ട്രക്ചർ ആയിരിക്കും. രണ്ടാമത്തേത് വൗണ്ട് റോട്ടർ അല്ലെങ്കിൽ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ. ഈ രണ്ട് ക്ലാസിഫിക്കേഷനാണ് നമുക്ക് കൺസ്ട്രക്ഷനകത്ത് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഇനി അടുത്ത് വരുന്നത് സർക്കിൾ ഡയഗ്രമാണ്. സർക്കിൾ ഡയഗ്രാം പ്രോബ്ലംസ് അധികം ചോദിച്ച് കണ്ടിട്ടില്ല EDCAക്ക്. പക്ഷേ ഇതിൻ്റെ ഡെഫിനിഷൻ ആൻഡ് സ്റ്റെപ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. എല്ലാവരും ഡെഫിനിഷനും സ്റ്റെപ്പും ചോദിക്കാം. ഇതിൽ എങ്ങനെയാണ് സർക്കിൾ ഡയഗ്രാം വെച്ചിട്ട് നമ്മളൊരു കാൽക്കുലേഷൻ ചെയ്യുന്നത് എന്നാണ് സ്റ്റെപ്സ് പറയുന്നത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക, പഠിക്കുക, വിട്ടുപോകരുത്. ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇത്രയാണ് നമ്മൾ സെക്കൻഡ് പാർട്ട് അല്ല പാർട്ട് ബിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. പാർട്ട് സിയിൽ നമുക്ക് 3 ടോപ്പിക്കുകളാണ് വരുന്നത്. ആദ്യത്തെ ഒരു മെഷീൻ പാർട്ടാണ്, അതായത് ഓൾട്ടർനേറ്റേഴ്സ്, സിങ്ക്രണസ് മോട്ടർ. ഈ ടോപ്പിക്കാണ് നമുക്ക് ആദ്യം വരുന്നത്. രണ്ടാമത്തെ ടോപ്പിക്കാണ് സ്റ്റെപ്പർ മോട്ടോഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്. തേർഡ് ടോപ്പിക്ക് നമ്മൾ ഓട്ടോമേഷൻ പാർട്ടിൽ നിന്ന് വരുന്നതാണ്. ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിനകത്ത് ഫസ്റ്റ് പോയിന്റ് ഓൾട്ടർനേറ്റേഴ്സ്. അതിനകത്ത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് വോൾട്ടേജ് റെഗുലേഷൻ. ഇതിൻ്റെ പ്രോബ്ലം നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്തു നോക്കേണ്ടതാണ്, എളുപ്പമുള്ളതാണ്. വോൾട്ടേജ് റെഗുലേഷൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാനുള്ള പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് EMF മെത്തേഡിൻ്റെ തിയറിയും എല്ലാവരും പഠിക്കുക. അതായത് സ്റ്റെപ്സ് ആണ് തിയറി കൊണ്ട് ഉദ്ദേശിച്ചത്, എങ്ങനെ ചെയ്യാം എന്നുള്ള സ്റ്റെപ്സും കൂടെ പഠിക്കാം. ഇനി സെക്കൻഡ് പാർട്ട് വരുന്നതാണ് സിങ്ക്രണസ് മോട്ടർ. സിങ്ക്രണസ് മോട്ടറിന്റെ സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ്, എങ്ങനെ ഒരു സിങ്ക്രണസ് മോട്ടർ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ടോപ്പിക് ഉണ്ട്, അത് നോക്കുക. അടുത്തത് വരുന്നതാണ് വീക്ക് കർവ്സ്. വീക്ക് കർവ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, വീക്ക് കർവ്സ് എല്ലാവരും നോക്കുക. പിന്നെ അടുത്ത നമ്മളുടെ സെക്കൻഡ് ടോപ്പിക്കാണ് സ്റ്റെപ്പർ മോട്ടർ. സ്റ്റെപ്പർ മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ആൻഡ് അതിൻ്റെ ക്യാരയും നോക്കുക, ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക എല്ലാവരും. ഇനി അടുത്ത ഒരു ടോപ്പിക്ക് വരുന്ന വേരിയബിൾ റിലക്റ്റൻസ് മോട്ടറാണ്. വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടർ. അതിനകത്ത് തന്നെ നമുക്ക് സിംഗിൾ സ്റ്റാക്കും വരുന്നുണ്ട്. സിംഗിൾ സ്റ്റാക്ക്, മൾട്ടി സ്റ്റാക്ക്, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏതെങ്കിലും ഒന്നോ രണ്ടും കൂടി ഒരുമിച്ചോ ചോദിക്കാവുന്നതാണ്. അടുത്തൊരു ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്റ്റെപ്പ് ആംഗിൾ കാൽക്കുലേഷൻ. ഒരു സ്റ്റെപ്പർ മോട്ടറിന്റെ സ്റ്റെപ്പ് ആംഗിൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഡെറിവേഷൻ ആണ്, ചെറിയൊരു ഇക്വേഷൻ ആണത്. ആ ഒരു സ്റ്റെപ്പ് ആംഗിൾ കാൽക്കുലേഷൻ എന്താണെന്ന് എല്ലാവരും ഒന്ന് നോക്കാം. ഇനി തേർഡ് പാർട്ട് വരുന്നത് ഓട്ടോമേഷൻ പാർട്ടാണ്. ഓട്ടോമേഷനകത്ത് വരുന്നത് നമ്മൾ കൺട്രോൾ ലൂപ്സ് വരുന്നുണ്ട്. 2 ടൈപ്പ് വരുന്നുണ്ട്. ഓപ്പൺ ലൂപ്പ് കൺട്രോളും രണ്ടാമത്തെയാണ് ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോളും. ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക, ആ ടോപ്പിക്ക് ശ്രദ്ധിക്കുക. അടുത്ത വരുന്ന ടോപ്പിക്കാണ് യൂണിവേഴ്സൽ മോട്ടർ. യൂണിവേഴ്സൽ മോട്ടർ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും നോക്കുക. നിരവധി ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ അത് വിട്ടുപോകാതെ തന്നെ ശ്രദ്ധിക്കുക എല്ലാവരും. അടുത്തത് നമുക്ക് വരുന്ന ടോപ്പിക്കാണ് PLC, അതായത് പ്രോഗ്രാമബിൾ ലോജിക് സർക്യൂട്ട്സ് അല്ലെങ്കിൽ കൺട്രോളർ എന്ന് പറയുന്ന ടോപ്പിക്ക്. അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്ത ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് DSP, അതായത് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ. അടുത്ത ഒരു ചോദ്യമാണ് ഡിജിറ്റൽ കൺട്രോളർ ഫോർ ഓട്ടോമേഷൻ.
ഈ 3 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മാറി മാറി ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. എളുപ്പമാണ്. അതായത് നമുക്ക് പെട്ടെന്ന് ഒരു ബ്ലോക്ക് ഡയഗ്രം ഉണ്ടാവും, അത് വെച്ച് തന്നെ നമുക്ക് എഴുതാവുന്നതാണ്. അതിൻ്റെ വർക്കിങ്ങും നമ്മൾ ആ ബ്ലോക്ക് ഡയഗ്രത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലോക്ക് ഡയഗ്രം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇത് 3 ചെയ്യാം. അടുത്ത വരുന്ന ഒരു ടോപ്പിക്കാണ് ആക്സിസ് കൺട്രോളും രണ്ടാമത്തേതാണ് മെഷീൻ ടൂൾ കൺട്രോളറും. ഈ 2 ടോപ്പിക്കും വിട്ടുപോകാൻ നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇത്രയാണ് നമ്മൾക്ക് പാർട്ട് സിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നത്. പ്രോബ്ലം വിട്ടുപോകാതെ എല്ലാവരും നോക്കുക. കൺഫേം ക്വസ്റ്റ്യൻ ആണ്. താങ്ക് യു.